അക്വേറിയം പറ്റുന്നോ? കല്യാട്ട പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി അങ്ങാടിയിലേക്കുള്ള വഴിയാത്. കക്കയത്തിൽ നിന്ന് വരുന്ന യുണൈറ്റഡ് ബസ്സിലായിട്ട് നമ്മൾ വരല്ലേ. അങ്ങനെ ബസ്സിൽ കയറി നോക്കുമ്പോൾ അതിലെ പാട്ട് നമുക്ക് പിടിച്ചില്ല. നമ്മൾ സ്വന്തം വേറെ പാട്ട് കേട്ട് ദേ വരുന്ന കണ്ടക്ട് ബാലുശ്ശേരിക്കുള്ള ടിക്കറ്റ് മുറിച്ച് 20 റുപ്യ കൊടുക്കേണ്ടി വന്നു. പിന്നെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു യാത്ര. അപ്പോഴത്തേക്കും ബസ് ബാലുശ്ശേരി സ്റ്റാൻഡിലെത്തിക്കി. അങ്ങനെ ബസ് നിറങ്ങി സ്റ്റാൻഡിലെ സ്റ്റെപ്പൊക്കെ കയറി ഒരു ഇടവഴിയിലൂടെ വേണം പോകാൻ. അങ്ങനെ പോകുമ്പോഴാണ് നമ്മളെ കാഴ്ച കണ്ട് കുറച്ച് പ്രാവുകൾ ഇങ്ങനെ ചിറകിട്ടടിക്കുന്നത്. ആദ്യം വിചാരിച്ച എന്താ നെറ്റിലങ്ങ് കുടുങ്ങിയതാണെന്ന്. പിന്നെ അടുത്തെത്തി നോക്കുമ്പോഴാണ് സംഭവം മനസ്സിലായത്. സൂപ്പർ മാർക്കറ്റിലെ അരിച്ചാക്ക് കുത്തി പൊട്ടിച്ച് സാപ്പാട്ടടിക്കുക ചങ്ങായിമാർ. പോകുന്ന വഴിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന വേറൊരു ടീമുണ്ട്. ഇനിയാണ് വിറ്റ്. വഴിയിൽ വെച്ചൊരു ബോർഡ് വായിച്ചു. ഞാനൊറ്റക്കല്ലോ, നമ്മളെ കൂടെ വേറെയും ടീമുണ്ട്. ഇൽഹാനാണ് അത് ഉഷാറായിട്ട് വായിക്കാൻ ശ്രമിച്ചത്. അക്വേറിയം പറ്റി. അക്വേറിയം പറ്റുന്നോ? അക്വേറിയം പറ്റുന്നോ? എന്താ ഇല്ലാതെ അക്വേറിയം പെറ്റ്. എത്ര മക്കളുണ്ട്? സത്യം പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സി എന്നുള്ളത് മയഞ്ഞു പോയ മാതിരിണ്ട്. നമ്മളോടൊക്കെ ഒന്ന് തെറ്റിപ്പോട്ടാ. അപ്പോൾ ഏതായാലും പിന്നെ കാണാം. ബൈ.